മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണ ഉണ്ണി കൊടുത്ത ഗിഫ്റ്റ് തിരിച്ച് ഉണ്ണിയുടെയും ദുർഗയുടെ മുന്നിലിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയി കഴിഞ്ഞതും ഈ ദുർഗയും ഉണ്ണിയും പറയുന്നുണ്ട്, നിങ്ങൾ കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്തെന്നാണ് നീ ഈ പറയണേ? ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായതല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊണ്ടുപോയി തന്നപ്പോൾ നിനക്കത് വാങ്ങാതിരിക്കാൻ പാടില്ലായിരുന്നോ? നീ അത് വാങ്ങുകയും ചെയ്തു, അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. പിന്നെ അവൾ പറഞ്ഞതുപോലെ ആ കവറില്ലാതെ ഗിഫ്റ്റ് മാത്രം കൊടുത്തിരുന്നെങ്കിൽ അവൾക്ക് സ്വർണ്ണക്കട ഏതാണെന്ന് മനസ്സിലാവില്ലായിരുന്നു. അവൾക്കത് മനസ്സിലായതുകൊണ്ടല്ലേ അവൾ അവിടെ പോയി നീയാണോ വാങ്ങിയതെന്ന് അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്താലും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത്, ഇവർ തന്നെ അവളെ വിളിച്ച് ഇതെല്ലാം അറിയിക്കുമായിരുന്നു എന്ന്. അത് കേട്ടതും കണ്ണനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പോൾ തനിക്ക് സന്തോഷമായില്ലേ, ഞാൻ തന്നോട് അപ്പോഴേ പറഞ്ഞതാ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ടാന്ന്. അപ്പോൾ മറ്റൊരാളുടെ ജീവിതം നശിക്കരുതെന്ന് കരുതിയല്ലേ താനിത് ചെയ്തത്, എന്നിട്ടിപ്പോൾ എന്തായി? അത് തനിക്ക് തന്നെ വിനയായില്ലേ? എന്തായാലും സ്നേഹം അർഹിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുക്കാവുള്ളൂ. ഇവിടെ ആരും അത് അർഹിക്കുന്നില്ല. സ്നേഹവും പരിഗണനയും ആവശ്യമില്ലാത്തവർക്ക് നമ്മളത് കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കേൾക്കേണ്ടി വരും. എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിനൊന്നും നിൽക്കണ്ട, താൻ മാടോന്നും പറഞ്ഞ് മഹാലക്ഷ്മിയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പോണ സമയത്താണ് ഈ കരുണ കൊടുന്ന് എറിഞ്ഞിട്ട് ആ ജുവൽ ബോക്സ് കണ്ണൻ കാണുന്നത്. അത് കണ്ടതും കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും 10-12 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിയതല്ലേ, അതും കൂടി എടുത്തോ, ഇനി അത് തൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന്. അത് കണ്ടതും നമ്മളുടെ ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം കയറിയിട്ട് ദുർഗ വന്ന് പറയുന്നുണ്ട്, എന്തായാലും കാശ് മുടക്കി വാങ്ങിയപ്പോൾ തന്നെ ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും വാങ്ങിയത്. സ്വന്തം പൈസയല്ലേ, അപ്പോൾ അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പോൾ കാശ് മുടക്കിയവരുടെ കയ്യിൽ തന്നെ അത് വന്ന് ചേർന്നല്ലോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇത് അയാൾക്ക് വലിയ കാര്യമൊന്നുമല്ല. അയാളിപ്പോൾ ഇരിക്കുന്നത് കോടികളുടെ മുകളിലാണ്, അത് നിങ്ങൾ ഓർക്കണമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഉവ്വ നിൻ്റെ സ്വത്തുക്കളെല്ലാം നീ ഇപ്പോൾ അവളുടെ പേരിൽ എഴുതി കൊടുത്തിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ അവൾ കോടീശ്വരി ആണല്ലോ, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ അവളെ പേടിച്ച് ജീവിക്കണം എന്നാണോ നീ പറയണേന്ന് ചോദിക്കുമ്പം, പേടിച്ച് ജീവിക്കണം എന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷേ അതിൻ്റേതായ ഒരു വിലയും നിലയും ബഹുമാനവും ഒക്കെ നിങ്ങളെല്ലാവരും അയാൾക്ക് കൊടുത്തേ പറ്റൂ. ഈ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയും പറയുന്നുണ്ട്, ഇവരുടെ മനസ്സിലിരിപ്പ് ഇത് തന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ വിവരം കരുണ അറിഞ്ഞു കഴിഞ്ഞാൽ കരുണ ഇത് ഇവിടെ തിരിച്ചു കൊണ്ടു തരുമെന്ന് അവളുടെ ചേച്ചിയായ ഇവർക്കറിയാം. അതുകൊണ്ട് അവർ ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്തത്. എന്തായാലും അവരുടെ സാധനം അവരുടെ കയ്യിൽ തന്നെ കിട്ടിയല്ലോ എന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഛർദ്ദിക്കാനായിട്ട് ഓടിപ്പോകുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വീൽ ചെയർ ഇട്ട് ചെന്ന കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയിടോ, തനിക്ക് എന്താ പറ്റിയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട കണ്ണേട്ടാ, ഇല്ല, തനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ചോദിക്കുന്ന സമയത്താണ് നമ്മളുടെ കണ്ണൻ്റെ കാല് കണ്ണൻ പോലും അറിയാതെ ചലിക്കുന്നുണ്ട്. 2 കാലുകളും നല്ലോണം ചലിക്കുന്നത് നമ്മളുടെ ഉണ്ണി കാണുന്നുണ്ട്. ഉണ്ണി വേഗം തന്നെ ആ ഒരു കാഴ്ച ദുർഗയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദുർഗ നോക്കുമ്പോഴും കണ്ണൻ്റെ 2 കാലും നല്ലോണം തന്നെ ചലിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇവർ കാലിലേക്ക് ശ്രദ്ധിക്കണതൊന്നും കണ്ണനും മഹാലക്ഷ്മി ശ്രദ്ധിക്കണില്ല. മഹാലക്ഷ്മി ആണെങ്കിൽ ഛർദ്ദിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല കണ്ണേട്ടാ, റൂമിൽ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്താൽ മാറിക്കോളും, എന്നാൽ വാടുമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിൽ ചെന്നതും മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്ത് മണ്ടത്തരം ഈ പറയണത്, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ഛർദിയൊക്കെ ഉണ്ടാവണതല്ലേ, അതിന് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുമെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും അല്ലടോ, ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഛർദ്ദിക്കണ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയെങ്കിലോ എന്ന് കരുതിയാന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല കണ്ണേട്ടാ, കുറച്ച് സമയം കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറുമെന്നും പറഞ്ഞ് മഹാലക്ഷ്മിയോടെ കിടക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മേ, അയാളുടെ 2 കാലും നല്ലോണം ചലിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ മേഘേട്ടൻ പറഞ്ഞതുപോലെ ഇയാൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങി കാണുമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതിനൊന്നും സാധ്യതയില്ലടാ, എന്തായാലും തോമസ് ഡോക്ടറുടെ ചികിത്സ കൊണ്ട് അവൻ്റെ കാലുകൾ ചലിച്ചു എന്നേ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ ഉണ്ണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മേഘനാഥനെ വിളിക്കുന്നുണ്ട്. മേഘനാഥൻ ഫോൺ എടുത്തതും എന്താണ് ഉണ്ണിയെന്ന് ചോദിക്കുമ്പം, മേഘേട്ടൻ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്നാണ് തോന്നണേ, ഇന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടു, അയാളുടെ 2 കാലും ചലിക്കുന്നുണ്ട് മേഘേട്ടാന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേടാ ഉണ്ണി, മൂന്നാർ വെച്ച് അവനും മഹാലക്ഷ്മിയും കൈ കോർത്ത് നടക്കുന്നത് ഞാൻ കണ്ടതാ, പിന്നീട് ഞാൻ അന്നേരം വെള്ളത്തിലായതുകൊണ്ട് എനിക്ക് തോന്നിയതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾ ചലിക്കുന്നതായിട്ട് കണ്ടെങ്കിൽ ശരിക്കും അന്ന് ഞാൻ കണ്ടതും സത്യമായിരിക്കുമെന്ന്. എന്തായാലും ഞാൻ ഈ വിവരം പ്രധാന ബനങ്ങളിനെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് വേഗം തന്നെ ഈ മേഘനാഥൻ ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം അങ്ങോട്ടേക്ക് വരുന്ന സീമന്തിന് ചോദിക്കുന്നു,
ചോദിക്കുന്നുണ്ട്, എന്താടാ ഉണ്ണി വിളിച്ചിട്ട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇന്ന് കണ്ണൻ്റെ 2 കാലും ചലിക്കുന്നത് ഉണ്ണിയും അപ്പച്ചിയും നേരിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ശ്രീമന്തിനി പറയുന്നുണ്ട്, നേരാണോടാ ഈ പറയണതൊക്കെ എന്ന് പറയുമ്പോൾ പിന്നെ നുണ പറയുമോ, അവർ 2 പേരും അത് നേരിട്ട് കണ്ടു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കണ്ണനും മഹാലക്ഷ്മിയും മൂന്നാറിൽ വെച്ച് നടക്കുന്നത് ഞാൻ കണ്ടു എന്ന്. അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞത് ഞാൻ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ പറയണതാണെന്നല്ലേ. ശരിക്കും ഇപ്പോൾ കാല് ചലിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ കണ്ടതും സത്യം തന്നെയാണ്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ചിലപ്പോൾ നേരമായിരിക്കൂടാ, കാരണം തോമസ് ഡോക്ടറുടെ ചികിത്സയിൽ എനിക്ക് തന്നെ ഇപ്പോൾ പതിയെ എഴുന്നേക്കാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കണ്ണനുക്കും എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നീ ആ സ്വത്തൊന്നും ആഗ്രഹിച്ച് നടക്കാതിരിക്കണമായിരിക്കും നല്ലതെന്ന്. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ഒരിക്കലും കണ്ണനെയും മഹാലക്ഷ്മിയെയും സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അവൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവന് കുഞ്ഞുങ്ങളും ഉണ്ടാവും. പിന്നെ കമലേശ്വരത്തെ സ്വത്തുക്കളിൽ എനിക്കൊരു അവകാശം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇനി നീ എന്ത് ചെയ്യാനാടാ പോണേന്ന് ചോദിക്കുമ്പം എന്തായാലും ഈ വിവരം ഇപ്പം തന്നെ പ്രതാപനങ്ങളിനെ ഒന്ന് വിളിച്ച് പറയണമെന്നും പറഞ്ഞ് ഈ മേഘനാഥനാണെങ്കിൽ ഫോണെടുത്ത് പ്രതാപനെ വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതേ സമയം കരുണയാണെങ്കിൽ പ്രതാപൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, മോള് കൊണ്ടുപോയ നെക്ലസ് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനത് അയാളുടെ അമ്മയുടെയും മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അയാളുടെ ഏട്ടനും ആ ലക്ഷ്മി ഉണ്ടായിരുന്നു, അവരോടും നല്ലത് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നതെന്ന്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മോളത് അവിടെ തിരിച്ചു കൊണ്ടേ കൊടുത്തത്? അത് ഒരു 10-12 ലക്ഷം രൂപയുടെ മുതലുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്കങ്ങനെ ആ ലക്ഷ്മിയുടെ ഔദാര്യമൊന്നും വേണ്ട മുത്തശ്ശി, ഞാൻ അപ്പോഴേ സംശയിച്ചു അതൊരിക്കലും അയാൾ വാങ്ങിയതായിരിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജ്വല്ലറി പോയി ഒന്ന് നോക്കാൻ തോന്നിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് വാങ്ങിയത് മഹാലക്ഷ്മിയാണ്. എന്നിട്ട് ഞാനത് അവിടെ തിരിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇനി അയാളുടെ കാര്യവും പറഞ്ഞുകൊണ്ട് അച്ഛനും മുത്തശ്ശിയും എൻ്റെ അടുത്തേക്ക് പോലും വരരുത്, പിന്നെ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. ഇനി അയാൾ എന്നെ വിളിക്കുകയോ എന്നെ കാണാൻ വരുമോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ അടിച്ചിറക്കി വിടുവിടുന്ന. അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട്, എന്നാലും അവൻ എന്തൊരു മണ്ടത്തരം അമ്മ ചെയ്തത്, ഇതുപോലെ ഒരു ചതി അവൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പം കാരണം പറയുന്നുണ്ട്, എനിക്ക് അയാളെ അറിയാവുന്നതല്ലേ, അയാളുടെ അത്രയും വലിയൊരു പിശുക്കനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെയാണ് അയാൾ ഇത്രയും പൈസ മുടക്കി എനിക്ക് നെക്ലസ് വാങ്ങിക്കൊണ്ടേ തരണത്, വലിയ 1 പവനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇതിലും ഭേദം അവൻ മോൾക്കൊന്നും വാങ്ങിക്കൊണ്ടു തരാതെ ഇരിക്കണമായിരുന്നു എന്ന്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപൻ്റെ ആണെങ്കിൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കിയതും മേഘനാലോ വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മേഘൻ ചോദിക്കുന്നുണ്ട്, അങ്കിളിപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ടറാ, എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ അറിഞ്ഞില്ലേ കണ്ണൻ്റെ 2 കാലും ചലിച്ചു തുടങ്ങിയെന്ന്, അതെങ്ങനെയാണ് നീ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇപ്പം എന്നെ ഉണ്ണി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ണിയാ പറഞ്ഞ് ഇന്ന് ഉണ്ണിയും അപ്പച്ചിയും അത് നേരിട്ട് കണ്ടു, അവരുടെ 2 കാലുകളും നല്ലോണം ചലിക്കുന്നുണ്ടെന്ന്. അത് കേട്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നേരാണോടെ പ്രതാപ ഈ കേൾക്കണതൊക്കെയെന്ന് ചോദിക്കുമ്പം ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു അങ്കിളെ, മൂന്നാറിൽ വെച്ച് ഞാൻ കണ്ണനും മഹാലക്ഷ്മിയും നടന്നു വരുന്നത് കണ്ടു എന്ന്. പിന്നെ അന്നേരം ഞാൻ കുറച്ച് വെള്ളത്തിലായതുകൊണ്ട് എനിക്കത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പം മനസ്സിലായില്ലേ അന്ന് ഞാൻ കണ്ടതൊക്കെ സത്യമാണെന്ന്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് മേഘൻ ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നമ്മളിനി എന്ത് ചെയ്യാനാ, ഇത്രയും നാളും അവൻ എഴുന്നേറ്റ് നടക്കൂല, വീൽ ചെയറിലാണെന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കരണമോൾ ഇതും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇനി കമലേശ്വരത്തേക്ക് പോകുമെന്ന് തോന്നണില്ല എന്ന്. അത് കേട്ടതും മേഘനാഥൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം അങ്കിളെ, ഇല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതം തകരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്നതാടാ മേഘം വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ഉണ്ണിയുടെ 1 കാല് ചലിക്കുമായിരുന്നല്ലോ, ഇപ്പോൾ 2 കാലും നല്ലോണം ചലിച്ചു തുടങ്ങിയെന്ന്. ഇന്ന് ഉണ്ണിയും ദുർഗയും അത് നേരിട്ട് കണ്ടു, ആ വിവരം പറയാനാണ് മേഘം വിളിച്ചതെന്ന്. ഈ സമയത്ത് നമ്മളുടെ മോഹിനി ആണെങ്കിൽ ജനലൊക്കെ നിന്ന് ഇവരുടെ ഈ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഭഗവാനെ ചതിച്ചല്ലോ, ഇനിയിപ്പോൾ എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിനെയും ഇല്ലാണ്ടാക്കാൻ വീണ്ടും ഇവർ ശ്രമിക്കുമല്ലോ, എത്രയും പെട്ടെന്ന് ഈ വിവരം മോളെ വിളിച്ച് അറിയിക്കണമെന്ന്. അങ്ങനെ മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്ന ആ ഒരു കാര്യം കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ്റെ 2 കാലും ചലിച്ചു എന്നുള്ള ആ ഒരു സംസാരം കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് മുത്തശ്ശിയോടും അച്ഛനോടും ചോദിക്കുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്കെല്ലാം സമാധാനമായില്ലേ, ഇനി ഞാൻ അവളുടെ മുന്നിൽ തല താഴ്ത്തി ജീവിക്കേണ്ടി വരും, ഇത്രയും നാളും അയാൾ വീൽ ചെയറിലാണല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും അധികം വൈകാതെ അയാൾ എഴുന്നേറ്റ് നടക്കും, അവൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവും, അപ്പോഴും എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന്. അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ
മഹാലക്ഷ്മീനെ കണ്ണൻ റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഹാലക്ഷ്മിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. മഹാലക്ഷ്മിയുടെ ഫോൺ കണ്ണനെടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് തൻ്റെ അമ്മയെ വിളിക്കണേന്ന്. അങ്ങനെ ഫോൺ മഹാലക്ഷ്മിക്ക് കൊടുത്തതും മഹാലക്ഷ്മി എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോളെ ഒരു പ്രശ്നമുണ്ട്, കണ്ണൻ മോൻ്റെ 2 കാലും ചലിക്കുന്നുണ്ടെന്നുള്ള വിവരം ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് അമ്മ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം ദുർഗയും ഉണ്ണിയും നേരിട്ട് കണ്ടെന്നാ പറഞ്ഞ് ആ വിവരം മേഘന എന്ന് തോന്നുന്നു ഇവിടെ കരുണയുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെന്തൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് അറിയില്ലല്ലോ മോള് എന്ത് മണ്ടത്തരാ കാണിച്ചേ, അതൊക്കെ സൂക്ഷിക്കണ്ടായിരുന്നു എന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്. എന്തായാലും അറിയേണ്ടവരെല്ലാവരും കുറച്ച് വൈകിട്ടാണെങ്കിലും അറിയേണ്ടതല്ലേ അമ്മേ, അതോർത്ത് അമ്മ ടെൻഷൻ ആവുമൊന്നും വേണ്ട. എന്തായാലും കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കണതൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ, കാലുകൾ ചലിക്കണതല്ലേ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കാലവും കൂടി എന്തായാലും ഇതുപോലെ തന്നെ പോട്ടെ എന്ന്. പിന്നീട് ഫോൺ വെച്ചതും കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണോ പ്രശ്നം എന്ന് ചോദിക്കുമ്പം കണ്ണേട്ടൻ താഴെ വെച്ച് കാലനക്കിയിരുന്നു എന്ന് ചോദിക്കുമ്പം അറിയില്ലല്ലോ, താനാ ഛർദ്ദിച്ച ടെൻഷനിൽ ഞാൻ ചിലപ്പോൾ അറിയാതെ കാല് ചലിപ്പിച്ച് കാണും, എന്നാൽ അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം കണ്ണേട്ടാന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.